തുറമുഖത്തിന് 145 കോടി അനുവദിച്ച് കേന്ദ്ര സർക്കാർ. തുറമുഖ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ അടിയന്തരമായി വേണ്ടിവരുന്ന പണമാണ് കേന്ദ്രം നൽകിയത്. തുറമുഖത്തിന്റെ പുലിമുട്ട് നിർമ്മാണത്തിനായാണ് തുക അനുവദിച്ചത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ അടിയന്തരമായി വേണ്ടിവരുന്ന പണം കേന്ദ്രം അനുവദിച്ച സാഹചര്യം എന്താണ്? കൂടുതൽ വിവരങ്ങൾ. ലക്ഷ്മി, സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുകയാണ് ക്യാപെക്സ് തുക. ഈ ക്യാപെക്സ് തുക ഇനത്തിലാണ് വിഴിഞ്ഞത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വിഴിഞ്ഞത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുമായിട്ട് 145 കോടിയോളം രൂപ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുവദിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1000 കോടിയോളം രൂപയാണ് അവസാന ഘട്ടങ്ങളിൽ വിഴിഞ്ഞത്തിന്റെ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ആവശ്യം വരുന്നത്. അതോടൊപ്പം തന്നെ പുലിമുട്ട് നിർമ്മാണത്തിന് 450 കോടി രൂപ അത്യാവശ്യ ഘട്ടമായിരുന്നു. കരാർ കമ്പനിയായിട്ടുള്ള വിസിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ഈ നിർദ്ദേശം കേന്ദ്രത്തിന് കൈമാറുകയും കേന്ദ്രം അടിയന്തര ഘട്ടത്തിൽ 145 കോടി രൂപ അനുവദിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം 2023, 2024 ഈ സാമ്പത്തിക വർഷം, അതുപോലെ 2022 സാമ്പത്തിക വർഷവും ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായിട്ട് കേരളവും കേന്ദ്രവും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിന്റെ ഒടുവിൽ അല്ലെങ്കിൽ ഏതാണ്ട് 1926 കോടിയോളം രൂപയായിരുന്നു കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നത്. ഇതിൽ പകുതിയിലധികം തുകയും ലഭിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് കേരളം ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായിട്ട് തർക്കമുണ്ടാകുന്നതും. അതിൽ 927 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നു. ഈ തുകയാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 300 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ 300 കോടി രൂപയിൽ നിന്നുമാണ് 145 കോടി രൂപ വിഴിഞ്ഞത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾക്കായി അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകിയത്. നേരത്തെ തന്നെ കേന്ദ്രം കർശന നിർദ്ദേശം നൽകിയിരുന്നു. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് തരുന്ന പണം അതേ പ്രവർത്തനങ്ങൾക്ക് തന്നെ ഉപയോഗിക്കണം. ബ്രാൻഡിനായി മാറ്റി അല്ലെങ്കിൽ മറ്റ് പദ്ധതികൾക്ക് മാറ്റി ചെലവഴിക്കാൻ പാടില്ല. അതിൽ നിന്നൊരു നിശ്ചിത തുക വിഴിഞ്ഞത്തിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ തുക വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഈ തുക മാറ്റി ചെലവഴിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് വിസിലിന് ഇത്തരത്തിലൊരു ചെറിയ പ്രതിസന്ധി ഉണ്ടാവാൻ കാരണം. എന്തായാലും ആ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാനായിട്ടാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് 145 കോടിയോളം രൂപ ഈ ക്യാപെക്സ് ഫണ്ടിംഗ് ഇനത്തിലൂടെ കിട്ടിയിട്ടുള്ളത്. എന്തായാലും വരും അടുത്ത ഘട്ടങ്ങളിൽ ഏതാണ്ട് മെയ്യോടുകൂടി അടുത്ത ഘട്ടങ്ങളിലും 2ാം ഘട്ട തുകയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ നിലവിൽ വിഴിഞ്ഞത്തിന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പുലിമുട്ട് നിർമ്മാണം, ബ്രേക്ക് വാട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള 450 കോടി രൂപയുടെ കുറവ് നികത്താൻ പറ്റുമെന്നാണ് വിശ്വാസം. എന്തായാലും കേന്ദ്രം അടിയന്തരമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ലക്ഷ്മി, ടിൻഡുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.